നമ്മൾ അബ്സ്ട്രാക്ട് ഓൾജിബ്രയുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കാണാൻ പോകുന്നത്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ K3291 2021 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 2021 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ പോകുന്നത്. വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് 15 mark questions. And question number 39. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രൂവ് ദാറ്റ് സെന്റർ ഓഫ് എ ഗ്രൂപ്പ് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. സെന്റർ എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഇറ്റ് ഇസ് എൻ ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഓൾറെഡി പ്രൂവൺ ആയിരിക്കും. നിങ്ങളുടെയൊക്കെ നോട്ട്ബുക്കിൽ പ്രൂവൺ ആയിരിക്കും അങ്ങനെ ഒരു കാര്യം ഓൾറെഡി ക്ലിയർ ഉള്ളതാണ്. പ്രൂവ് ദാറ്റ് സെന്റർ ഓഫ് എ ഗ്രൂപ്പ് ഇസ് എ സബ് ഗ്രൂപ്പ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഡിറ്റർമിൻ ദ സെന്റേഴ്സ് ഓഫ് ദ ഡൈഹെഡ്രൽ ഗ്രൂപ്പ്. ഡൈഹെഡ്രൽ ഗ്രൂപ്പിന്റെ സെന്റർ ഡിറ്റർമിൻ ചെയ്യാൻ, ഡിഎന്നിന്റെ സെന്റർ ഡിറ്റർമിൻ ചെയ്യാനാണ് അവരിവിടെ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് ഒരു ലോങ് പ്രോസസ്സാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഡൈഹെഡ്രൽ ഗ്രൂപ്പിനെ പറ്റി കാര്യമായി പഠിക്കാനുമില്ല. അപ്പോ ഡൈഹെഡ്രൽ ഗ്രൂപ്പിന്റെ സെന്ററിന്റെ ഫോർമുല എന്താണെന്ന് മാത്രം ഞാൻ പറഞ്ഞുതരാം. DN ZDN എന്ന് പറയുന്നത്, സെന്റർ ഓഫ് DN, Z അല്ല, സെന്റർ ഓഫ് DN എന്ന് പറയുന്നത് will be equal to the set R0 R180 when n is even. n ഈവൻ ആണെങ്കിൽ അതിന്റെ സെന്ററിൽ R0 R180 കാണും. നിങ്ങൾ D4 സെന്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിൽ R0 R180 ആയിരുന്നു. പക്ഷെ അതേസമയം n ഓഡ് ആണെങ്കിൽ സെന്ററിന്റെ അകത്ത് ഐഡന്റിറ്റി ആയ R0 മാത്രമേ കാണത്തുള്ളൂ. ഇതാണ് കാര്യം. ഡൈഹെഡ്രൽ ഗ്രൂപ്പിന്റെ സെന്ററിനെ പറ്റി ഇതാണ് പറയാനുള്ളത്. കാര്യമായി കൂടുതലായിട്ട് എലാബറേറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. ഇത് മാത്രം എഴുതി വെച്ചാൽ മതി, മാർക്ക് കിട്ടും. 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അറിയാം. പക്ഷെ നിങ്ങൾക്ക് കാര്യമായി ഡൈഹെഡ്രൽ ഗ്രൂപ്പിനെ പറ്റി പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ വെറുതെ ഡിറൈവ് ചെയ്ത് എഴുതി സമയം കളയേണ്ട ആവശ്യമില്ല. ഇതല്ലാതെ എഴുതാൻ പറ്റുമെങ്കിലും ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. പക്ഷെ അതിന് പുതിയ നൊട്ടേഷൻസിലൊക്കെ പോകണം എന്നുള്ളത് കൊണ്ട് അത് ചെയ്യേണ്ട, ഇങ്ങനെ എഴുതിയാൽ മതി. ഇതൊരു വളരെ ടഫായ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് ആ സമയത്ത് ഇതിന്റെ വാല്യുവേഷൻ വളരെ ലിബറൽ ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ എല്ലാം നല്ല ലിബറൽ ആയിട്ടാണ് അവർ വാല്യൂ ചെയ്തിട്ടുള്ളത്. സോ ദേ ആർ എക്സ്പെക്ടിങ് only this much answer from you guys. Okay, now moving on, we will be dealing with the question number 40. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ട്, prove that an infinite group must have an infinite number of subgroups. Infinite number of subgroups. ഒരു ഇൻഫൈനൈറ്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഒരു ഇൻഫൈനൈറ്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ഇൻഫൈനൈറ്റ് സബ് ഗ്രൂപ്പ് ഉണ്ടെന്നല്ല പറയുന്നത്, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ് ആണ്. അതായത് അവരുടെ സബ് ഗ്രൂപ്പുകളുടെ എണ്ണം ഇൻഫൈനൈറ്റ് ആണെന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ശരി, അപ്പൊ നമുക്കിത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൂവ് ചെയ്യാം. വളരെ എളുപ്പമാണ്. ജി എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, നമ്മള് ഇതിൻ്റെ അകത്തുള്ള ഓരോ എലമെന്റ് വെച്ചിട്ട് അയാളുടെ സൈക്കിൾ ഗ്രൂപ്പ് ഉണ്ടാക്കും. ഇതിൻ്റെ അകത്തുള്ള എലമെന്റ് A1 കാണും, അത് വെച്ച് സൈക്കിൾ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഇതിൻ്റെ അകത്തുള്ള എലമെന്റ് A2 കാണും, അത് വെച്ച് സൈക്കിൾ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. A3 കാണും, അത് വെച്ച് സൈക്കിൾ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, ആൻഡ് സോ ഓൺ. ഇതിൻ്റെ അകത്തുള്ള എല്ലാ എലമെന്റും വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കുകയാണ്? ഇയാളുടെ സൈക്കിൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോ ഇയാളുടെ സൈക്കിൾ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെന്ന് വിചാരിക്കുക. ലെറ്റ്
H1, H2, etc. HN, B, HNB, B, B, the list of all cyclic subgroups of G. നമ്മൾ ഇൻഫൈനൈറ്റ് ഗ്രൂപ്പാണ്, നമുക്ക് ഇതിന്റെ സബ് ഗ്രൂപ്പുകളുടെ എണ്ണം എല്ലാം ഫൈനൈറ്റ് ആണെന്നാണ് എടുക്കാനുള്ളത്. ഞാൻ അസ്യൂം ദാറ്റ് വി വിൽ അസ്യൂം ദാറ്റ് number of cyclic subgroups of G is finite. സൈക്ലിക് സബ് ഗ്രൂപ്പ് ഓഫ് ജി, സൈക്ലിക് സബ് ഗ്രൂപ്പുകളുടെ എണ്ണം ഫൈനൈറ്റ് ആണെന്ന് എടുക്കുന്നു. ഇവരൊക്കെയാണ് അവരെല്ലാവരും. അപ്പൊ ജിയുടെ സൈക്ലിക് സബ് ഗ്രൂപ്പുകളെല്ലാം കിട്ടി. പക്ഷേ ഈ നിങ്ങൾ ആലോചിക്കണം, ഇതിലൊരു എലമെന്റ് എടുക്കുന്നു, അത് ഈ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ജനറേറ്റർ ആയിരിക്കും, ഇത് ഈ കൂട്ടത്തിൽ ആരിലെങ്കിലും കാണും. ജിയിലെ വേറൊരു എലമെന്റ് എടുക്കുന്നു, അയാൾ കാരണം ഉണ്ടാകുന്ന സൈക്ലിക് ഗ്രൂപ്പ് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ആയിരിക്കും. വേറൊരു എലമെന്റ് എടുക്കുന്നു, സൈക്ലിക് ഗ്രൂപ്പ് ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും. അതായത് ജിയിലുള്ള എല്ലാ എലമെന്റും ഈ കൂട്ടത്തിൽ ആരിലെങ്കിലും ഒക്കെ കാണും. അതായത് ജി ഈസ് ഈക്വൽ ടു യൂണിയൻ ഓഫ് എച്ച്. ഈ ഹെച്ചുകളുടെ എല്ലാം യൂണിയൻ ആയിരിക്കും എന്ത്, ജി. പക്ഷെ ജി ഒരു ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഫൈനൈറ്റ് യൂണിയനിലുള്ള ഏതെങ്കിലും ഒരു സബ് ഗ്രൂപ്പ് എങ്കിലും ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു സബ് ഗ്രൂപ്പ് എങ്കിലും ഇൻഫൈനൈറ്റ് ആയിരിക്കും. നിങ്ങൾ നോക്കുക, ജി എന്ന് പറയുന്ന ഇൻഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലെല്ലാവരും ഫൈനൈറ്റ് ആണെങ്കിൽ യൂണിയനും ഫൈനൈറ്റ് ആവുകയും ജി ഫൈനൈറ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഫൈനൈറ്റ് ആവുകയും ചെയ്യും. There exists some J such that Hj is infinite. Hj എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. അത് ഉറപ്പായി സംഭവിക്കേണ്ട കാര്യമാണ്. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഇൻഫൈനൈറ്റ് ആയില്ലെങ്കിൽ ജി ഫൈനൈറ്റ് ആയി പോകും. അത് പറ്റില്ല, കാരണം ജി ഇൻഫൈനൈറ്റ് ആണ്. അപ്പൊ Hj എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണെന്ന് എടുക്കുന്നു. മാത്രമല്ല Hj ജനറേറ്റ് ചെയ്യുന്നത് ഈ എ ആണ്. Hj ഇൻഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ അയാൾ സൈക്ലിക് സബ് ഗ്രൂപ്പാണ്. അപ്പൊ അയാൾ ഇൻഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ എയുടെ ഓർഡറും ഇൻഫൈനൈറ്റ് ആയിരിക്കും. എയുടെ ഓർഡർ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എ സ്ക്വയർ, എ ക്യൂബ് എക്സെട്ര എന്നായിരിക്കും ഇയാൾ ഇരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇൻഫൈനൈറ്റ് ഓർഡർ ആണെങ്കിൽ a raised to I equal to a raised to j if and only if I equal to j. ഇങ്ങനൊരു തിയറവും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എയുടെ ഓർഡർ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ a raised to I a raised to j ക്ക് ഈക്വൽ ആകണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഐയും j ആ പവർ എടുത്ത രണ്ട് പവറും ഈക്വൽ ആകണം. അല്ലാതെ ഒന്നും നടപടിയുള്ള കേസല്ല. a raised to I equal to a raised to j if and only if I equal to j. ഇത് സംഭവിച്ചിരിക്കണം. ആണല്ലോ. എച്ച് ഒരു ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ്, സൈക്ലിക് ഗ്രൂപ്പാണ്. അപ്പൊ അതിന്റെ ഒരു ജനറേറ്റർ എ കാണും. അയാളുടെ രൂപം ഇങ്ങനെയായിരിക്കും. മാത്രമല്ല എ റൈസ് ടു ഐ എ റൈസ് ടു ജെ ഈക്വൽ ആവണമെങ്കിൽ ഐ ഈക്വൽ ടു ജെ ആകണം. അതായത് നിങ്ങൾ നോക്കിക്കോ, ഐ 0 ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു എലമെന്റ് കിട്ടും. അതാരാണ്? ഐ 0, എ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റിയാണ്. ഈ എലമെന്റ് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് ഉണ്ടാവും. അതാരെയാണ്? അയാൾ തന്നെ, സിംഗിൾ ടൺ ഐഡന്റിറ്റി മാത്രം. എ റൈസ് ടു 1 എ റൈസ് ടു 0 ഈക്വൽ ആവില്ല, കാരണം ഐയും 1ഉം 0 ഈക്വൽ അല്ല. അതുകൊണ്ട് ഇതും ഈക്വൽ ആവില്ല, എ ആയിരിക്കും. അപ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടും? എ ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പ് കിട്ടും. എ കാണും, എ സ്ക്വയർ കാണും, എ ക്യൂബ് കാണും, ആൻഡ് സോ ആണ്. ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല, കാരണം എയുടെ ഓർഡർ ഇൻഫിനിറ്റി ആണ്. എ സ്ക്വയർ ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ഇവരിലൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പൊ എ സ്ക്വയർ ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് ആണ് എ സ്ക്വയർ, എ റൈസ് ടു 4, എ റൈസ് ടു 6 എക്സെട്ര. ഡിസ്റ്റിങ്ക്റ്റ് ആണ്, യാതൊരു സംശയവും വേണ്ട. എ ക്യൂബ് കാണും. അപ്പൊ അത് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എ ക്യൂബ്, എ റൈസ് ടു 6, എ റൈസ് ടു 9 എക്സെട്ര. ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതായത് ഈ HJ-ക്കകത്തുള്ള ഈ ഓരോ എലമെന്റും കാരണം ഓരോ സബ് ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ഈ എച്ച് ജെയുടെ ഓരോ എലമെന്റും കാരണം നമുക്ക് ഓരോ സബ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതായത് സബ് ഗ്രൂപ്പുകളുടെ എണ്ണം ഇൻഫിനിറ്റി ആകും. Therefore, number of subgroups. Therefore, each I element of natural number creates distinct subgroups of G. ഓരോ ഐ പവർ എ റൈസ് ടു 1 എടുക്കുക, ഒരു ഗ്രൂപ്പ് കിട്ടും. എ റൈസ് ടു 2 എടുക്കുമ്പോൾ അടുത്ത ഗ്രൂപ്പ്, എ റൈസ് ടു 3 എടുക്കുമ്പോൾ അടുത്ത ഗ്രൂപ്പ്, എ റൈസ് ടു 4 എടുക്കുമ്പോൾ അടുത്ത ഗ്രൂപ്പ്, അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഡിസ്റ്റിങ്ക്ട് സബ് ഗ്രൂപ്പ് കിട്ടിക്കൊണ്ടിരിക്കും. Therefore, number of subgroups of G is infinite. Number of subgroups of G is infinite. കാര്യം, അതായത് സൈക്ലിക് ഗ്രൂപ്പുകളുടെ എണ്ണം ഫൈനൈറ്റ് ആകാൻ പോകുന്നില്ല, അത് ഇൻഫൈനൈറ്റ് തന്നെയാണ്. അതായത് number of subgroups of a group G, infinite group G is going to be infinite. കാര്യങ്ങൾ as simple as that. ഇതാണ് നമ്മൾ അത് പ്രൂവ് ചെയ്യുന്ന രീതി. Done. Now, next question. ഇതൊരു ഇച്ചിരി ലോങ് ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും ഒരു ഗ്രൂപ്പിലെ എലമെന്റ് ആയിക്കോട്ടെ. അവരുടെ ഓർഡേഴ്സ് റെസ്പെക്റ്റീവ്ലി ഓർഡർ ഓഫ് എ is equal to m ആൻഡ് ഓർഡർ ഓഫ് ബി is equal to n. രണ്ട് എലമെന്റ് ആണ്. ഓർഡർ ഓഫ് എ എം ആണ്, ഓർഡർ ഓഫ് ബി എം ആണ്, n ആണ്. അത് മാത്രമല്ല എ ഇന്റർസെക്ഷൻ ബിക്കകത്ത് അതായത് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ഇന്റർസെക്ഷൻ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ബിക്കകത്ത് സിംഗിൾട്ടൺ ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ. അതായത് എയുടെ പവറുകളുടെ കൂട്ടത്തിലും ബിയുടെ പവറുകളുടെ കൂട്ടത്തിലും കോമൺ ആയുള്ളത് ഐഡന്റിറ്റി മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തെളിയിക്കാനുള്ളത് there exist an element in G with order equal to LCM of m, n. ഈ എയുടെയും ബിയുടെയും ഓർഡറിന്റെ LCM ഓർഡർ ആകുന്ന രീതിയിൽ ഒരെലമെന്റ് ജിയിലുണ്ട് എന്ന് തെളിയിക്കണം. മാത്രമല്ല ഒരു കാര്യം കൂടെ ഉണ്ട്. ഷോ ദാറ്റ് this need not be true if A and B do not commute. എയും ബിയും കമ്മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഇത് നടക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇവിടെ എയുടെയും ബിയുടെയും പ്രത്യേകത ഇയാൾ കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. തിയറത്തിൽ തന്നെ, തിയറം അല്ല, ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്, കമ്മ്യൂട്ട് ചെയ്ത് പറയുന്നുണ്ട്. ശരി, അപ്പോൾ ഇവിടെ പറയുന്നത് ഗ്രൂപ്പിലെ രണ്ട് എലമെന്റ് ആണ് എയും ബിയും. അവർ രണ്ടുപേരും തമ്മിൽ കമ്മ്യൂട്ട് ചെയ്യും. അവരുടെ രണ്ടുപേരുടെ ഓർഡർ എമ്മും എന്നും ആണ്. ആൻഡ് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് എ ഇന്റർസെക്ഷൻ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ബി ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി എലോൺ. അങ്ങനെയാണെങ്കിൽ ജിക്കകത്ത് LCM ഓഫ് m, n ഓർഡർ ആയി വരുന്ന രീതിയിൽ ഒരു എലമെന്റ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ മാത്രമല്ല, അങ്ങനെ രണ്ടുപേരും കമ്മ്യൂട്ട് ചെയ്തില്ല എങ്കിൽ അങ്ങനെ ഒരു എലമെന്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ദിസ് പർട്ടിക്കുലർ കൺക്ലൂഷൻ നീഡ് നോട്ട് ബി ട്രൂ ഇഫ് എ ആൻഡ് ബി ഡു നോട്ട് കമ്മ്യൂട്ട് എന്ന് പ്രൂവ് ചെയ്യാം. ശരി, അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് എയുടെ ഓർഡർ എം ആയിട്ട് എടുക്കുന്നു, ബിയുടെ ഓർഡർ n ആയിട്ട് എടുക്കുന്നു, എ ബി ഈക്വൽ ടു ബി എ എന്നും എടുക്കുന്നു. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നമ്മൾ എന്നിട്ട് LCM ഓഫ് m, n ഞാൻ L എന്ന് എടുക്കുകയാണ്. എയും ബിയും ജിയിലുള്ള സ്ഥിതിക്ക് എ ബിയും എവിടെ ഉണ്ടാകും? ജിയിലുണ്ടാകും. അങ്ങനെയാണെങ്കിൽ എ ബി ദ ഹോൾ റൈസ് ടു എൽ എന്ന് പറയുന്നത് എ റൈസ് ടു എൽ ബി റൈസ് ടു എൽ എന്ന് നമുക്ക് എഴുതാം. എ റൈസ് ടു എൽ ബി റൈസ് ടു എൽ എന്ന് നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, എ റൈസ് ടു എൽ ബി റൈസ് ടു എൽ എന്ന് നമുക്ക് എഴുതാൻ കഴിയും. ദിസ് ഇസ് ഈക്വൽ ടു എ റൈസ് ടു എൽ എന്ന് പറയുന്നത്
കോമൺ മൾട്ടിപ്പിൾ ഓഫ് എം ആണ്. കോമൺ മൾട്ടിപ്പിൾ ഓഫ് എം ആണ്. Therefore, L is equal to m into some s. And also, it is a common multiple of n as well. Therefore, this is equal to n into some p. Therefore, a can a raised to l എന്ന് പറയുമ്പോൾ a raised to ms എന്നും b raised to l എന്ന് പറയുമ്പോൾ b raised to np എന്നും നമുക്ക് എഴുതാം, which is going to be equal to a raised to m the whole raised to s and b raised to n the whole raised to p. a raised to m ഐഡന്റിറ്റി ആണ്, കാരണം ഓർഡർ ആണല്ലോ. b raised to n ഐഡന്റിറ്റി ആണ്, കാരണം വീണ്ടും ഓർഡർ ആണ്. Therefore, this is going to be identity. എ ബി ദ ഹോൾ റൈസ് ടു എൽ എന്ന് പറയുന്ന ഐഡന്റിറ്റിയാണ്. എ ബി ദ ഹോൾ റൈസ് ടു എൽ എന്ന് പറയുന്നത് ഐഡന്റിറ്റിയാണ്. വി ആർ ഡൺ. ഓക്കെ, നെക്സ്റ്റ് എ ബിനെ എല്ലില് പവർ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഐഡന്റിറ്റി കിട്ടി എന്നും പറഞ്ഞ് അത് എന്താകണ്ട, എ ഇൻറ്റു ബിയുടെ ഓർഡർ ആകണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. അപ്പൊ ഞാൻ എയുടെയും ബിയുടെ ഓർഡർ എന്ന് പറയുന്നത് ഏതോ ഒരു ടി ആണെന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ എ ബി ദ ഹോൾ റൈസ് ടു ടി എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആകും. അങ്ങനെയാണെങ്കിൽ എ ബി ദ ഹോൾ റൈസ് ടു ടി എന്ന് പറയുന്നത് എ റൈസ് ടു ടി ഇൻറ്റു ബി റൈസ് ടു ടി ആണ്, അത് ഐഡന്റിറ്റി ആകും. അങ്ങനെയാണെങ്കിൽ എ റൈസ് ടു ടി ഈക്വൽ ടു ബി റൈസ് ടു മൈനസ് ടി. നിങ്ങൾ ശ്രദ്ധിക്കുക, എ റൈസ് ടു ടി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എവിടെയുണ്ട്? സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ബിയിലുണ്ട്. ബി റൈസ് ടു മൈനസ് ടി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ മൈനസ് ഡിയിലുണ്ട്. അതായത് എ റൈസ് ടു ടി എന്ന് പറയുന്നത് ബിലോങ്സ് ടു എ റൈസ് ടു മൈനസ് ടി, ബി റൈസ് ടു ടി ആണല്ലേ. അപ്പം എ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ഇന്റർസെക്ഷൻ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ബിയിലുണ്ട്. പക്ഷെ അത് സിംഗിൾ ടൺ ഐഡന്റിറ്റിയാണ്. അതായത് എ റൈസ് ടു ടി എന്ന് പറയുന്നത് ഐഡന്റിറ്റിയാണ്. പക്ഷെ എയുടെ ഓർഡർ എം ആണ്. ദിസ് ഹാപ്പൻസ് only if m divides t. എയുടെ ഓർഡർ എം ആണല്ലോ. അപ്പൊ അത് സംഭവിക്കണമെങ്കിൽ എയുടെ ഓർഡർ ഈ പർട്ടിക്കുലർ പവറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല ബി റൈസ് ടു മൈനസ് ടി ഇന്റർസെക്ഷനിലുള്ളതാണല്ലോ. ബി റൈസ് ടു മൈനസ് ടി ഈക്വൽ ടു എ റൈസ് ടു ടി ആണല്ലോ. അപ്പോ ബി റൈസ് ടു മൈനസ് ടിയും സ്വാഭാവികമായി ഐഡന്റിറ്റി തന്നെയായിരിക്കും. അപ്പൊ ബീനെ ഏതോ പവർ എടുത്തപ്പോ നമുക്ക് ഐഡന്റിറ്റി കിട്ടി. അതായത് ബിയുടെ ഓർഡർ ആയ n ആരെ ഡിവൈഡ് ചെയ്തിരിക്കണം? ടിയെ ഡിവൈഡ് ചെയ്തിരിക്കണം. Therefore, t is a common multiple of m and n. എമ്മിന്റെ എന്നിന്റെ ഒരു കോമൺ മൾട്ടിപ്പിൾ ആണ് ടി. പക്ഷെ എമ്മിന്റെ എന്നിന്റെ കോമൺ മൾട്ടിപ്പിളിൽ ഏറ്റവും ചെറുതാണ് എൽ. എമ്മിന്റെ എന്നിന്റെ കോമൺ മൾട്ടിപ്പിളിൽ ഏറ്റവും ചെറുതാണ് എൽ. എൽ ഇസ് ഗോയിങ് ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി. കാരണം LCM ആണ്. LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. കോമൺ മൾട്ടിപ്പിളുകളിൽ ഏറ്റവും ചെറുതാണ് എൽ. Therefore, L is going to be less than or equal to T. പക്ഷെ ടി എന്താണ്? ഓർഡറാണ്. എ ബി ദ ഹോൾ പവർ ടി ഐഡന്റിറ്റി ആവുന്നുണ്ട്. അതിനേക്കാൾ താഴെ ഒരാളും ഐഡന്റിറ്റി ആകാൻ പോകുന്നില്ല. അതിന് താഴോട്ട് പോകാൻ പറ്റില്ല എൽ. അപ്പോ ഒബ്വിയസ്ലി എൽ ഈക്വൽ ടു ടി. അല്ലാതെ പറ്റില്ല. കാരണം എൽ എന്ന് പറയുന്നത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ടിയേക്കാൾ ചെറുതായി പറ്റത്തുള്ളൂ. പക്ഷെ ടി എന്താണ്? ഓർഡറാണ്. എ ബി ദ ഹോൾ റൈസ് ടു ഒരു പവർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുതായിരിക്കും ടി. Therefore, എല്ലിന് ലെസ് ദാൻ ടി ആകാൻ പറ്റില്ല. എല്ലിന് ഈക്വൽ ടു ടി ആയേ പറ്റത്തുള്ളൂ. Therefore, order of AB equal to LCM of m, n. അപ്പൊ നമ്മള് LCM m, n ആകുന്ന എലമെന്റിനെ ഗ്രൂപ്പിൽ നിന്ന് കണ്ടുപിടിച്ചു. ആരാണ്? എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ കിട്ടുന്ന ആള് തന്നെയാണ്. കാര്യം കഴിഞ്ഞു. അപ്പൊ നമ്മള് ആ കൂട്ടത്തിലുള്ള എലമെന്റ് കണ്ടുപിടിച്ചു. നൗ രണ്ടാമത് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഷോ ദാറ്റ് ഈ കാര്യം നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണമെന്ന്? ഈ കാര്യം നടക്കണമെങ്കിൽ എയും ബിയും കമ്മ്യൂട്ട് ചെയ്തേ പറ്റത്തുള്ളെന്ന് കാണിക്കണം. കമ്മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഇത് ട്രൂ ആകില്ല എന്ന് തെളിയിക്കണം. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ ബി റൈസ് ടു ടിയും ഞാൻ എടുത്തിട്ടുണ്ട്, എ ബി റൈസ് ടു എല്ലും ഞാൻ എടുത്തിട്ടുണ്ട്. അയാളെ എ റൈസ് ടു എൽ ബി റൈസ് ടു എല്ലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അയാൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉള്ള ആളായിരിക്കണം.
അല്ലാതെ കമ്മ്യൂട്ട് ചെയ്യാൻ അല്ല അയാളെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. അതായത് പ്രൂഫ് പ്രൊസീഡ് ചെയ്യാൻ കഴിയില്ല. എ ബി ദ ഹോൾ റൈസ് ടു ടി എ റൈസ് ടു ടി ബി റൈസ് ടു ടി എന്ന് ഞാൻ എഴുതി. അങ്ങനെ ചെയ്യണമെങ്കിൽ അവർ രണ്ടുപേരും കമ്മ്യൂട്ട് ചെയ്യുക അല്ലാതെ വേറെ നിവർത്തിയില്ല. ഇതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇല്ല എങ്കിൽ ഈ തിയറം തെറ്റും. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇല്ല എങ്കിൽ ഈ തിയറം തെറ്റും. ഈ തിയറം പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ, നമുക്കൊരു കൗണ്ടർ എക്സാമ്പിൾ ഇവിടെ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിവിടെ ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത് ഒരു കൗണ്ടർ എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളെ പെർമ്യൂട്ടേഷനിലെ രണ്ട് പേര് 1 2ഉം 1 2 3. ഇത് നമ്മുടെ S3-യിലുള്ള ആൾക്കാരാണ്. S3-യിലുള്ള ആൾക്കാരാണ്. ഉറപ്പാണ് ഇവർ രണ്ടുപേരും കമ്മ്യൂട്ട് ചെയ്യില്ല. കാരണം രണ്ട് പെർമ്യൂട്ടേഷൻ കമ്മ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് ഡിസ്ജോയിന്റ് പെർമ്യൂട്ടേഷൻ ആയിരിക്കണം. ഇവർ രണ്ടുപേരും ഡിസ്ജോയിന്റ് അല്ല, കമ്മ്യൂട്ട് ചെയ്യത്തില്ല. ഇതൊരു 2 സൈക്കിൾ ആയതുകൊണ്ട് തന്നെ 1 2ന്റെ ഓർഡർ 2 ആയിരിക്കും. അതേസമയം ഇതൊരു 3 സൈക്കിൾ ആയതുകൊണ്ട് 1 2 3യുടെ ഓർഡർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. 1 2 3യുടെ ഓർഡർ 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്ത് ഇവരുടെ രണ്ടുപേരുടെ എൽ സി എം എന്ന് പറയുന്നത് LCM 6 ആണ്. LCM 6 ആണ്. LCM ഓഫ് 2,3 എന്ന് പറയുന്നത് 6 ആണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ S3-യില് 6 ഓർഡറുള്ള എലമെന്റ് വേണം. ഇതിവിടെ രണ്ടുപേരും കമ്മ്യൂട്ട് ചെയ്യില്ല. കമ്മ്യൂട്ട് ചെയ്യണം നിർബന്ധമാണെന്ന് ഞാൻ പറഞ്ഞു. S3-യില് 6 ഓർഡറുള്ള എലമെന്റ് വേണം. നിങ്ങൾ S3 ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ S3-ക്കകത്ത് ഉള്ളത് S3-യുടെ പാർട്ടീഷൻ ഞാൻ എഴുതാം. 3 2 + 1 ആൻഡ് 1 + 1 + 1. ഇതൊരു 3 സൈക്കിൾ ആയതുകൊണ്ട് ഓർഡർ 3 ആയിരിക്കും. ഇത് 2 ആയിരിക്കും. ഇത് 1 ആയിരിക്കും. ഇതിന്റെ അകത്ത് ഉറപ്പായിട്ടും 6 ഓർഡറുള്ള ഒരു എലമെന്റ് ഇല്ല. 6 ഓർഡറുള്ള എലമെന്റ് ഇല്ല ഇതിന്റെ അകത്ത്, ഉറപ്പാണ്. ഓക്കെ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 2 ഓർഡറുള്ള സൈക്കിൾ ആയിരിക്കും കിട്ടുന്നത്. 6 ഓർഡറുള്ള എലമെന്റിന്റെ അകത്ത് ഇല്ല. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ എലമെന്റ് കമ്മ്യൂട്ട് ചെയ്യണമെന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. ഹെൻസ് നമ്മൾ ആ ഒരു പാർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞു. വളരെ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക. പിന്നെ ബാക്കിയുള്ള 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എല്ലാം വളരെ എളുപ്പമാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ മതിയാണ്. നെക്സ്റ്റ് നമ്മൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. 27th ക്വസ്റ്റ്യൻ പറയുന്നത് പ്രൂവ് ദാറ്റ് ദ ഡൈഹെഡ്രൽ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 6 does not have a subgroup of order 7. Prove that the dihedral group of order 6 dihedral group of order 6 does not have a subgroup of order 4. ഡയഹെഡ്രൽ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 6-ൽ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 4 ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ലഗ്രാഞ്ചി തിയറത്തിന് മുൻപുള്ള ഒരു സെക്ഷനിൽ വരുന്ന ഒരു പാർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ലഗ്രാഞ്ചി തിയറം ഉപയോഗിക്കാതെയാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ ആസ് ഓഫ് നൗ ഞാൻ അത് പ്രൂവ് ചെയ്യില്ല. കാരണം ക്വസ്റ്റ്യൻ അത് ഡിമാൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രൂവ് ചെയ്തില്ല. എനിക്ക് ഇപ്പൊ ഇത് നമ്മുടെ ലഗ്രാഞ്ചി തിയറം ഉപയോഗിച്ച് മാത്രമേ ഞാൻ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ലഗ്രാഞ്ചി തിയറം അനുസരിച്ച് സബ് ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം. 4 എന്തായാലും 6-നെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നില്ല. Therefore 4 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് ഇല്ല. 4 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് ഡൈഹെഡ്രൽ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 6-ന് ഇല്ല. ഡയഹെഡ്രൽ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 6 എന്ന് പറഞ്ഞാൽ 3 സൈഡുള്ള നമ്മുടെ റെഗുലർ പോളിഗണിനെ റൊട്ടേറ്റ് ചെയ്യുകയും റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് D3 അതിൻ്റെ അകത്ത് 6 എലമെന്റ് ആണുള്ളത്. 6 എലമെന്റ് എന്ന് വെച്ചാൽ ഓർഡർ ഡിവൈഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ 4 ഓർഡറുള്ള എലമെന്റ് ഇല്ല ബൈ ലഗ്രാഞ്ചി തിയറം. ഇതൊരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ലഗ്രാഞ്ചി തിയറം സ്റ്റേറ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത് ഈ കാര്യം പറയുന്നത് നല്ലതാണ്. ഫുൾ മാർക്ക് കിട്ടും. ആർക്കും അത് നിങ്ങൾക്ക് മാർക്ക് കുറയ്ക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ല. നമുക്ക് ടെക്സ്റ്റിൽ പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിൽ എടുത്തൊന്നും പറഞ്ഞിട്ടില്ല ലഗ്രാഞ്ചി തിയറം യൂസ് ചെയ്യരുതെന്ന്. അങ്ങനെ ഒരു ചോദ്യം വരാനും പോകുന്നില്ല. ലഗ്രാഞ്ചി തിയറം യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു കാര്യം വരാനും പോകുന്നില്ല. അതുകൊണ്ട് അതിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഡൺ. അപ്പൊ 27th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. Now we are moving for 29th question.
ഓക്കെ. അപ്പോ ആ ക്വസ്റ്റ്യൻ ഇച്ചിരി ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. സപ്പോസ് ദാറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ജി സൈക്ലിക് ആണ്, ജി സൈക്ലിക് ആയ ഗ്രൂപ്പിനെ എക്സാക്ട്ലി ത്രീ സബ് ഗ്രൂപ്പ്, ഇതിന് മൂന്ന് സബ് ഗ്രൂപ്പേ ഉള്ളൂ. എക്സാക്ട്ലി ത്രീ സബ് ഗ്രൂപ്പ് ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അത് ആരൊക്കെയാണ്? ജി ഉണ്ട്, സിംഗിൾട്ടൺ ഇ ഉണ്ട്, അത് മാത്രമല്ല 7 ഓർഡർ ഉള്ള ഒരു സബ് ഗ്രൂപ്പ്, ജി സൈക്ലിക് ആണ്, അതിന് മൂന്ന് സബ് ഗ്രൂപ്പേ ഉള്ളൂ. അതാരൊക്കെയാണ്? ആ സബ് ഗ്രൂപ്പും ഐഡന്റിറ്റിയും പിന്നെ എന്താണ്? 7 ഐഡന്റിറ്റി, 7 ഓർഡറുള്ള ഒരു സബ് ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് ജി എന്താണ്? ഓർഡർ ഓഫ് ജി എന്താണ് ആണ് ചോദ്യം. ഓക്കെ. ഇനി മാത്രമല്ല, ഈ 7 പകരം റീപ്ലേസ് ചെയ്ത് നിങ്ങളൊരു പ്രൈം നമ്പർ വയ്ക്കുകയാണെങ്കിൽ, 7നെ റീപ്ലേസ് ചെയ്ത് ഒരു പ്രൈം നമ്പർ വയ്ക്കുകയാണെങ്കിൽ ഓർഡർ ഓഫ് ജി എന്തായിരിക്കും എന്നുള്ളതാണ് 29th ക്വസ്റ്റ്യൻ. ശരി, വളരെ സിമ്പിൾ ആണ്. ജി സൈക്ലിക് ആണ്. ഫണ്ടമെന്റൽ തിയറം ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് അനുസരിച്ച് ജിയുടെ ഓർഡറിന് എത്ര ഡിവൈസേഴ്സ് ഉണ്ടോ അത്രയും സബ് ഗ്രൂപ്പുകളെ കാണും. ദ കറസ്പോണ്ടിങ് ഓർഡർ as well. ജിയുടെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്ന എത്ര ഡിവൈസേഴ്സ് ഉണ്ടോ അത്രയും സബ് ഗ്രൂപ്പേ കാണത്തുള്ളൂ. ഒരു ഡിവൈസർ ഉണ്ടെങ്കിൽ അതിന് ഒരേ ഒരു സബ് ഗ്രൂപ്പ്, ആ ഓർഡറുള്ള അതേ ഒരേ ഒരു സബ് ഗ്രൂപ്പേ കാണത്തുള്ളൂ. ഇത് ഫണ്ടമെന്റൽ തിയറം ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് ഉറപ്പ് തരുന്നതാണ്. നിങ്ങൾ നോക്കൂ, നമുക്ക് ജി തന്നെ വേണം എന്ന് പറഞ്ഞാൽ ആ ജിയുടെ ഓർഡറിനെ അയാൾ തന്നെ ഡിവൈഡ് ചെയ്യണം. ജിയുടെ ഓർഡർ കെ ആണെങ്കിൽ അയാളെ കെ തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കെ തന്നെ ഡിവൈഡ് ചെയ്യുമല്ലോ, ആ നമ്പർ തന്നെ ഡിവൈഡ് ചെയ്യുമല്ലോ. അതുകൊണ്ട് നമുക്ക് കെ ഓർഡറുള്ള സബ് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ. അതാണ് ജിയുടെ ഓർഡർ എന്താണോ അത് തന്നെ അയാൾ ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് അതിന്റെ ആ സബ് ഗ്രൂപ്പ് അത് തന്നെ. മാത്രമല്ല, ഏത് നമ്പർ എടുത്താലും അയാളെ എന്ത് ചെയ്യണം? 1 ഡിവൈഡ് ചെയ്യും. അയാൾ എന്ത് ചെയ്യും? 1 ഡിവൈഡ് ചെയ്യും. ഏത് നമ്പറിനെ 1 ഡിവൈഡ് ചെയ്യും. അപ്പൊ 1 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് വേണമല്ലോ. അതാണ് സിംഗിൾട്ടൺ ഐഡന്റിറ്റി. പിന്നെ ആരും ഡിവൈഡ് ചെയ്യും? 7ഉം ഡിവൈഡ് ചെയ്യും. അതായത് ഒരു നമ്പർ, വി ഹാവ് ടു ഫൈൻഡ് എ നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 1, 7 ആൻഡ് ദാറ്റ് നമ്പർ ഇറ്റ്സെൽഫ്. 1 കൊണ്ടും 7 കൊണ്ടും ആ നമ്പർ കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറിനെ കണ്ടുപിടിക്കും. സോ സിമ്പിൾ. അത് 49 ആണ്. 7ന്റെ സ്ക്വയർ ആണത് 49. നിങ്ങൾ നോക്കുക, 49നെ 1 ഡിവൈഡ് ചെയ്യാൻ പറ്റും. 49ന് 7 എന്ന ഡിവൈസർ ഉണ്ട്. 49ന് 49 എന്ന ഡിവൈസർ ഉണ്ട്. അല്ലാതെ വേറെ ഒന്നുമില്ല. 1 എന്ന ഡിവൈസർ ഉള്ളത് കൊണ്ട് തന്നെ സിംഗിൾട്ടൺ ഐഡന്റിറ്റി എന്ന സബ് ഗ്രൂപ്പ് വരും. 7 എന്ന ഡിവൈസർ ഉള്ളത് കൊണ്ട് 7 ഓർഡേർഡ് സബ് ഗ്രൂപ്പ് വരും. സൈക്ലിക് ആണ്, അതുകൊണ്ട് അതൊക്കെ നമുക്ക് ഉറപ്പിച്ച് പറയാം. 49 ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 49 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് വരും, അതായത് ജി തന്നെ. Therefore, order of G equal to 49. Order of G is equal to 49, hence concluded. ഫണ്ടമെന്റൽ തിയറം ഒക്കെ എഴുതി സ്റ്റേറ്റ് ചെയ്ത് മതി. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിൽ എഴുതിയാൽ മതിയാകും, മാർക്ക് കിട്ടും. ഇനി പിക്ക് പകരം പ്രൈം നമ്പർ ആണ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു ആ പ്രൈമിന്റെ സ്ക്വയർ ആയിരിക്കും. ഈ പ്രൈമിന്റെ സ്ക്വയറിനെ 1 ഡിവൈഡ് ചെയ്യും, പി ഡിവൈഡ് ചെയ്യും, പി സ്ക്വയർ ഡിവൈഡ് ചെയ്യും. അല്ലാതെ വേറെ ആരും ഡിവൈഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ 3 സബ് ഗ്രൂപ്പേ ഉണ്ടാകത്തുള്ളൂ. അതിൽ ഒരെണ്ണം സിംഗിൾട്ടൺ ഐഡന്റിറ്റിയും മറ്റേ ആള് ആ ഗ്രൂപ്പ് തന്നെയും, പിന്നെ ഒരാളെന്താണ് പി ഓർഡറുള്ള സബ് ഗ്രൂപ്പ്. കാര്യം കഴിഞ്ഞു. അതാണ് നമ്മുടെ 29ാമത്തെ ക്വസ്റ്റ്യന്റെ കൺക്ലൂഷൻ കഴിഞ്ഞു. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ ആൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് Q പ്ലസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പോസിറ്റീവ് റാഷണൽസ് ആണ് കേട്ടോ. ഗ്രൂപ്പ് ഓഫ് പോസിറ്റീവ് റാഷണൽസ് ആണ്. പോസിറ്റീവ് റാഷണൽസ് under multiplication. Okay, done. Is isomorphic to a proper subgroup.
ഓക്കെ, അതായത് ക്യൂ പ്ലസ്, അതായത് ഗ്രൂപ്പ് ഓഫ് പോസിറ്റീവ് റാഷണൽസ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ, ആ ഗ്രൂപ്പ് അതൊരു ഗ്രൂപ്പാണ്, തെളിയിച്ചിട്ടുള്ളതുമാണ്. അപ്പൊ അയാള് എന്താണ്, അയാളുടെ ഉള്ളിൽ തന്നെ ഏതോ ഒരു സബ് ഗ്രൂപ്പിനോട് ഐസോമോർഫിക്കാണ്. ക്യൂ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിക്കുലർ ഗ്രൂപ്പ് അയാൾക്കുള്ളിലുള്ള തന്നെ ഏതോ ഒരു സബ് ഗ്രൂപ്പുമായിട്ട് ഐസോമോർഫിക്കാണ് എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. പ്രോപ്പർ സബ് ഗ്രൂപ്പ് ആയിരിക്കണം, അത് ക്യൂ പ്ലസ് തന്നെ ആവരുത്. ഒരു ഗ്രൂപ്പ് അയാളോട് തന്നെ ഐസോമോർഫിക് ആണെന്ന് പറയുന്നത് വലിയ എന്താ പറയേണ്ടത്, വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ല. പക്ഷെ അയാളുടെ ഒരു പ്രോപ്പർ സബ് ഗ്രൂപ്പിന് ഐസോമോർഫിക് എന്ന് പറയുന്നത് ഇച്ചിരി അത്ഭുതം ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, വി ആർ ഡൂയിങ് ഇറ്റ് വിത്ത് വെരി കൂൾ പ്രൂഫ്. അപ്പൊ നമുക്ക് നോക്കാം. ഫൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ ക്യൂ പ്ലസിൽ നിന്ന് ക്യൂ പ്ലസിലേക്ക് മാപ്പ് ചെയ്യുകയാണ്. സോ ഇറ്റ് is defined to be phi of x is equal to x squared. Phi of x is equal to x squared. ഓക്കെ, നമുക്കിപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ഇത് 1 ആണ്, ഓൺ ടു ആണ്, ഓപ്പറേഷൻ പ്രിസർവിംഗ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. സോ phi of x equal to phi of y. Obviously, by the definition, it is going to be x square equal to y. രണ്ട് സൈഡും റൂട്ട് എടുക്കുന്നു. ഓബ്വിയസ്ലി ഞാൻ അതിൻ്റെ അകത്ത് കൊടുത്തത് പോസിറ്റീവ് മാത്രമാണ്, അതുകൊണ്ട് റൂട്ട് എടുക്കുമ്പോൾ നെഗറ്റീവ് വരും എന്നുള്ള ചിന്ത ആർക്കും വേണ്ട. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് വൈയും ആണ്. അപ്പോൾ 1 പ്രൂവ് ആയി. I'm holding on to, ഞാനിപ്പോൾ ഓൺ ടു പ്രൂവ് ചെയ്യില്ല, I'm holding on with it. Next, I will be proving what? I will be proving operation preservation. Phi of xy is equal to xy the whole square. ഇതൊരു കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ എന്ന് എഴുതാം. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ്, വൈ സ്ക്വയർ ഈക്വൽ ടു ഫൈ ഓഫ് വൈ, ആൻഡ് ഹെൻസ് ഓപ്പറേഷൻ പ്രിസർവേഷൻ ഇസ് പ്രൂവ്ഡ്. ഞാനിവിടെ ഓൺ ടു പ്രൂവ് ചെയ്യില്ല. ഇത് ഞാൻ ഓൺ ടു പ്രൂവ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല. അപ്പൊ ഓൺ ടു അല്ലാതെ എങ്ങനെ ഐസോമോർഫിസം ആവും? ഐസോമോർഫിക് ടു എ സബ് ഗ്രൂപ്പ് ആയാൽ മതി. എനിക്കിത് ക്യൂ പ്ലസിനോട് തന്നെ ഐസോമോർഫിക് ആകണ്ട. നിങ്ങൾ നോക്കുക, പ്രോപ്പർ സബ് ഗ്രൂപ്പ് ആയിരിക്കും. ക്യൂ പ്ലസിനോട് തന്നെ ഐസോമോർഫിക് ആകേണ്ട ആവശ്യം എനിക്കില്ല. സോ ഞാൻ പറയും ക്യൂ പ്ലസ് ഫൈ ഈസ് phi from q plus 2 phi of q plus on to 1. നിങ്ങൾ നോക്കും, ഫൈ ഓഫ് ക്യൂ പ്ലസ് ആണ്, ഇമേജ് സെറ്റ് ആണ്, കോഡമൈൻ അല്ല, ഇമേജ് സെറ്റ് ആണ്. ഇമേജ് സെറ്റിലേക്ക് ഇത് ഓൺ ടു ആണ്. കാരണം ഇമേജ് സെറ്റുള്ള എല്ലാവർക്കും സ്വാഭാവികമായും പ്രീ ഇമേജ് കാണും. അതാണല്ലോ ഇമേജ് സെറ്റ്. എന്ന് പറയുന്നത് എങ്ങനെയാണല്ലോ, ഇമേജുകളുടെ കളക്ഷൻ. ആ ഇമേജുകൾക്കൊക്കെ പ്രീ ഇമേജ് ഉണ്ടാവില്ലേ? ഉണ്ടാവും, സ്വാഭാവികമായും ഉണ്ടാവും. അതിന് 1 പ്രോപ്പർട്ടി ഉണ്ട്, ഹോൾ സെറ്റിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്തും ഉണ്ട്. അതിന് ഓപ്പറേഷൻ പ്രിസർവേഷൻ ഉണ്ട്, ഹോൾ സെറ്റിൽ തന്നെ ഉണ്ട്. അപ്പോ ക്യൂ പ്ലസ് ഈസ് ഐസോമോർഫിക് ടു ഫൈ ഓഫ് ക്യൂ പ്ലസ്. ഓൺ ടു പ്രോപ്പർട്ടി വേണ്ട എനിക്ക്. ക്യൂ പ്ലസിലേക്കല്ല എനിക്ക് ഐസോമോർഫിസം വേണ്ടത്. ക്യൂ പ്ലസിൽ നിന്ന് ഫൈ ഓഫ് ക്യൂ പ്ലസിലേക്കാണ്. ഇത് ഉറപ്പായിട്ടും ക്യൂ പ്ലസിന്റെ ഒരു സബ് ഗ്രൂപ്പാണ്, കോഡമൈനിന്റെ ഒരു സബ് ഗ്രൂപ്പാണ്. കാരണം ഹോമോമോർഫിക് ഇമേജ് ഓഫ് സബ് ഗ്രൂപ്പ് ആണല്ലോ. ഹോമോമോർഫിക് ഇമേജ്, ഇതിന് ഹോമോമോർഫിസം ഉണ്ടല്ലോ, അത് കണ്ട ഹോമോമോർഫിസം ആണ് ഈ ഓപ്പറേഷൻ പ്രിസർവേഷൻ. ഹോമോമോർഫിക് ഇമേജ് ഓഫ് സബ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇയാള് ക്യൂ പ്ലസിന്റെ ഒരു സബ് ഗ്രൂപ്പാണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ക്യൂ പ്ലസിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആണ്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ ക്യൂ പ്ലസ് ഈസ് ഐസോമോർഫിക് ടു എ സബ് ഗ്രൂപ്പ് ഓഫ് ക്യൂ പ്ലസ്. ഇനി പ്രോപ്പർ ആണോ എന്നുള്ളതാണ് വിഷയം. പ്രോപ്പർ ആണ്. കാരണം എന്ന് വെച്ചാല് ഈ ഫൈ ഓഫ് ക്യൂ പ്ലസിലുള്ളത് ഫൈയുടെ ഡെഫിനേഷൻ അനുസരിച്ച് റാഷണൽ നമ്പറുകളുടെ സ്ക്വയർ ആണ് എവിടെ ഉള്ളത്? ഫൈ ഓഫ് ക്യൂ പ്ലസിന്റെ അകത്തുള്ളത്. അതുകൊണ്ട് തന്നെ 2 ഒരിക്കലും ഫൈ ഓഫ് ക്യൂ പ്ലസിന്റെ അകത്ത് കാണില്ല. കാരണം 2 സ്ക്വയർ ആയി വരുന്നത് റൂട്ട് 2-നാണ്. റൂട്ട് 2-ന്റെ സ്ക്വയർ ആണ് 2. ആ റൂട്ട് 2
എവിടെ ഇല്ല? Q+ൽ ഇല്ല. കാരണം Q+ൽ റാഷണൽ നമ്പർ മാത്രമേ ഉള്ളൂ. ഇത് ഇറാഷണലാണ്. അപ്പൊ Q+ന്റെ അകത്ത് ആരില്ല? Q+ന്റെ അകത്ത് ആരില്ല? 2 ഇല്ല. കാരണം എന്താണ്? Q+ന്റെ അകത്ത് വരണമെങ്കിൽ ഏതെങ്കിലും റാഷണൽ നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കണം. 2 ഒരു ഇറാഷണൽ നമ്പറിന്റെ സ്ക്വയർ ആണ്, റാഷണൽ നമ്പറിന്റെ സ്ക്വയർ അല്ല. അതുകൊണ്ട് 2 Q+ന്റെ അകത്ത് ഇല്ല. Q+ന്റെ അകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ Q+ is not going to be equal to Q+. Q+ന് ഈക്വൽ അല്ല. ഇവിടെ നിന്ന് സബ് ഗ്രൂപ്പ് ആണെന്ന് കിട്ടി, ഇവിടെ നിന്ന് ഈക്വൽ അല്ല എന്ന് കിട്ടി. അതുകൊണ്ട് ഇതൊരു പ്രോപ്പർ സബ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രോപ്പർ സബ് ഗ്രൂപ്പാണ്. കാര്യം കഴിഞ്ഞു. വളരെ സിമ്പിളായ ഒരു പ്രൂഫാണ്. പക്ഷെ ഇവിടെ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. ഓക്കെ, നൗ മൂവിങ് ഫർദർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 31st ക്വസ്റ്റ്യൻ. 31st ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈ എന്ന് പറയുന്നത് Z20യിൽ നിന്ന് Z20യിലേക്ക് പോകുന്ന Z20യിൽ നിന്ന് Z20യിലേക്ക് പോകുന്ന ഓട്ടോമോർഫിസം ആയിക്കോട്ടെ. Automorphism from Z20 to Z20, and also phi of 5 is equal to 5. Phi of 5 is equal to 5. What are the possibilities of phi of x? Phi of x ന്റെ possibilities എന്തൊക്കെയാണ്? ശരി, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. Phi of x is equal to x into phi of 1 എന്ന് എഴുതാമെന്ന് നിങ്ങൾക്ക് അറിയാം. Phi of 1 determines the automorphisms. Phi of 1 ആണ് ഓട്ടോമോർഫിസത്തിന് ഡിറ്റർമിൻ ചെയ്യുന്നത്. 1 Z20യുടെ ജനറേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഫൈ ഒരു ഐസോമോർഫിക് ഇമേജ് ആയതുകൊണ്ട് Phi of 1 Z20യുടെ ജനറേറ്റേഴ്സ് ആയിരിക്കണം. Phi of 1ന്റെ Z20യുടെ ജനറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 20യുമായിട്ട് റിലേറ്റീവ്ലി പ്രൈമായ ആൾക്കാരായിരിക്കും. അപ്പൊ പോസിബിലിറ്റീസ് ഓഫ് Phi of 1 is going to be 1, 2 ഇല്ല, 3, 4 ഇല്ല, 5 ഇല്ല, 6 ഇല്ല, 7, 8 ഇല്ല, 9, 10 ഇല്ല, 11, 12, 13, 14 ഇല്ല, 15 ഇല്ല, 16 ഇല്ല, 17 and 19. ഇവരൊക്കെയാണ് ജനറേറ്റേഴ്സ്. ഇവരൊക്കെയാണ് ആരുടെ? Z20യുടെ ജനറേറ്റേഴ്സ്. അപ്പൊ Phi of 1 has the possibilities, this 8 possibilities. അത് ഇവിടെ ഞാൻ Phi of 1ന് ആ ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുമ്പോൾ, നമുക്ക് എന്ത് കിട്ടും? ആ ഐസോമോർഫിസംസ് എല്ലാം കിട്ടും. Now, given that Phi of 5 is equal to 5, that means this can be written as 5 into phi of 1, that is equal to 5. 5 into phi of 1, that is equal to 5. അതായത് phi of 1ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം കോൺഗ്രുവന്റ് ടു 5 mod 20 കിട്ടുന്ന ആൾക്കാരാണ് phi of 1. Phi of 1ന്റെ പോസിബിലിറ്റീസ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സെട്ര ഇത്രയുണ്ട്. അപ്പൊ ഇത്രയും പോസിബിലിറ്റീസ് Phi of 1ന് പകരം ഞാൻ കൊടുക്കും. ആദ്യം 1 കൊടുക്കുമ്പോൾ 5 into 1 is congruent to 5 mod 20. ഇത് ഓക്കെയാണ്. അപ്പൊ Phi of 1 can be 1. ഇത് ഓക്കെയാണ്. ഇനി Phi of 1ന്റെ അടുത്ത പോസിബിലിറ്റി എന്താണ്? 3 ആണ്. 5 into 3 15 ആണ്. അല്ലാതെ 5 അല്ല, 20 അല്ല. അപ്പോ Phi of 1ന് 3 ആകാൻ കഴിയില്ല. ഇനി 5 into അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് 5 അല്ല, 6 7 ആണ്. അത് 35 ആണ്. നമുക്ക് കാണാം. 7 ആണ്, 35 ആണെങ്കിൽ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 15 ആണ്, 5 അല്ല. അപ്പൊ ഇത് നടക്കില്ല. ഇനി 5 into 9 45 ആണ്. 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5 ആണ്. അതായത് ഇത് ഓക്കെയാണ്. അതായത് Phi of 1 can be 9. Now 5 into അടുത്തത് 11 ആണ്. 11 121 ആണ്. 121. 5 into 11 121 ആണ്. 5 into 121 അല്ല, തെറ്റിപ്പോയി. 5 into 15 55 ആണ്. 55.
55 55നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടുന്നത്. അപ്പോൾ ഈ പോസിബിലിറ്റിയും നടക്കില്ല. 5 ഇൻറ്റു 13 5 ഇൻറ്റു 13 65 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5 ഈ പോസിബിലിറ്റി ഓക്കെ ആണ്. ഈ പോസിബിലിറ്റി ഓക്കെ ആണ്. അതായത് 5 ഓഫ് 1 ഈസ് ഈക്വൽ ടു 13 ആകാം. 5 ഓഫ് 1 13 ആകാം. അടുത്ത 5 ഇൻറ്റു 17 ഉണ്ട്. 5 ഇൻറ്റു 17 ഉണ്ട്. ദാറ്റ് വിൽ ബി 85 is congruent to 5 mod 20. 5 mod 20 ആണ്. അതായത് 5 ഓഫ് 1 can be 17. ഇതും ഓക്കെ ആണ്. And finally, we will be having 19. 5 into 19 will be 95, and that is going to be congruent to 15 mod 20. അപ്പൊ ഇത് നടക്കില്ല. അപ്പൊ 5 ഓഫ് 1ന്റെ പോസിബിലിറ്റീസ് 1, 9, 13, 17 ആണ്. 5 ഓഫ് 1ന്റെ പോസിബിലിറ്റീസ് 1, 9, 13, 19 ആണ്. സച്ച് ദാറ്റ് 5 ഓഫ് 5 is equal to 5. അതാകുന്ന ഈ 4 പേരാണ് ഉള്ളത്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ എഴുതുന്നു 5 ഓഫ് എക്സ് ക്യാൻ ബി എക്സ് മോഡ് 20. ഒന്നാമത്തെ പോസിബിലിറ്റി 5 ഓഫ് എക്സ് is equal to 9x mod 20. 5 of x is equal to 13x mod 20. And finally, 5 of x is equal to 17x mod 20. ഇതാണ് നമ്മുടെ എന്താണ് 4 പോസിബിലിറ്റീസ്. ഇവർ പറഞ്ഞ 5 ഓഫ് എക്സ് 5 ഓഫ് 5 is equal to 5 തരുന്ന 4 പോസിബിലിറ്റീസ് ഇവർ മാത്രമാണ്. ഇവരല്ലാതെ വേറെ ആരും തരില്ല. വി ആർ ഡൺ. ഓക്കെ, കഴിഞ്ഞു. നൗ നെക്സ്റ്റ് തീം. Next question is your 35th question. Again an interesting question. ആണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. Show that Q the group of show that the group of rationals under show that the group of rationals under addition show that the group of rationals under addition has no proper subgroup of finite index. Proper subgroup of finite index. ഓക്കെ, ഇൻഡെക്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു ഗ്രൂപ്പിന്റെ ഓർഡറിനെ അതിന്റെ സബ് ഗ്രൂപ്പിന്റെ ഓർഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇൻഡെക്സ്. ഓർ എൽസ് ഇറ്റ് ഇസ് കോൾഡ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് എ സബ് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ്. അതാണ് എന്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് ഇവർ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് Q എന്ന് പറയുന്ന സെറ്റ് ഓഫ് റാഷണൽസ് അണ്ടർ അഡീഷന് ഫൈനൈറ്റ് ഇൻഡെക്സ് വരുന്ന രീതിയിൽ നമുക്ക് ഒരു സബ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഒരു പ്രോപ്പർ സബ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ Q തന്നെ എടുത്തു കഴിഞ്ഞാൽ, ക്യൂവിന്റെ സബ് ഗ്രൂപ്പായി Q തന്നെ എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർ അതിന് ഫൈനൈറ്റ് ഇൻഡെക്സ് ആവും. ക്യൂവിന് ഒരേ ഒരു ലെഫ്റ്റ് കോസെറ്റേ ഉള്ളത് Q തന്നെയാണ്, ഒരേ ഒരാൾ. അപ്പൊ ഇൻഡെക്സ് 1 ആണ്. പക്ഷെ അത് വേണ്ട, പ്രോപ്പർ സബ് ഗ്രൂപ്പ് ഒന്നും ഇല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ശരി, അപ്പൊ അതിന് വേണ്ടിയിട്ട് ലെറ്റ് H be a subgroup of Q such that H has finite index in Q. Hന് ക്യൂവില് ഫൈനൈറ്റ് ഇൻഡെക്സ് ഉണ്ട് എന്ന് എടുക്കും. ശരി, ഫൈനൈറ്റ് ഇൻഡെക്സ് ഉണ്ട് എങ്കിൽ നമുക്ക് ഹെച്ചിന്റെ ഡിസ്റ്റിങ്ക്റ്റ് സബ് ഗ്രൂപ്പ്സ് കിട്ടുമല്ലോ. അപ്പം അവരാരൊക്കെയാണ്? A1 into H, A2 into H, A3 into H, etc. up to AN into H.
n distinct subgroups, n distinct cosets, n distinct left cosets, n distinct left cosets ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത്ര പേരേ ഉള്ളൂ. കാരണം ഫൈനൈറ്റ് ഇൻഡെക്സ് ആവുമ്പോൾ ഇത്രയും പേര്. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ള അതിൽ ഒരാൾ ആരുമായിരിക്കും, നമ്മളെ എന്തായിരിക്കും, നമ്മളെ ഹെച്ചു ആയിരിക്കും. നമ്മൾ ഇതിൽ ഒരാൾ ഹെച്ചു ആയിരിക്കും. ഞാൻ ഈ എടുക്കുന്ന ഇയാളാണ് ഹെച്ച് എന്ന് കേട്ടോ. ഇയാളാണ് ഹെച്ച് എന്ന് എടുക്കുന്നത്. കൂട്ടത്തിൽ ഒരാൾ ഹെച്ച് ആയിരിക്കുമല്ലോ. അപ്പൊ വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി ഞാൻ ഇയാളാണ് ഹെച്ച്, ബാക്കി എല്ലാവരും വേറെ ആരൊക്കെയാണെന്ന് എടുക്കുകയാണ്. സംഭവം ക്യൂ എന്ന് പറയുന്നത് ഒരു ക്യൂ അണ്ടർ അഡിഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പാണ്. ക്യൂ അണ്ടർ അഡിഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ സബ് ഗ്രൂപ്പും നോർമൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന കോസറ്റുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ഗ്രൂപ്പ് ആയിരിക്കും. ഈ ഇരിക്കുന്ന ഇയാളുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ഗ്രൂപ്പ് ആയിരിക്കും. ഫാക്ടർ ഗ്രൂപ്പ് ആയിരിക്കും. കാരണം ഒരു ക്യൂ എന്ന് പറയുന്നത് അബീലിയൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ സബ് ഗ്രൂപ്പും നോർമൽ ആയിരിക്കും. നോർമൽ സബ് ഗ്രൂപ്പ് വെച്ചിട്ട് നിങ്ങൾ കോസറ്റുകളുടെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഫാക്ടർ ഗ്രൂപ്പ് ആയിരിക്കും. ഫാക്ടർ ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, അതാണ്. അപ്പൊ ഈ ഇരിക്കുന്നത് എന്താണ്? ഫാക്ടർ ഗ്രൂപ്പുകളാണ്. ഫാക്ടർ ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഞാനിവിടെ നൊട്ടേറ്റ് ചെയ്തതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ അഡിഷൻ ആണ് ഓപ്പറേഷൻ, അതുകൊണ്ട് പ്ലസ് ഇടുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാൻ പ്ലസ് ഇട്ടു കേട്ടോ, പ്ലസ് ഇട്ടു. ഓക്കെ, പ്ലസ് ഇടുന്നത് നല്ലതായിരിക്കും. കാരണം അഡിഷൻ ആണല്ലോ ഓപ്പറേഷൻ, അതുകൊണ്ട് പ്ലസ് ഇട്ടെന്നേ ഉള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇതൊരു ഫാക്ടർ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ലഗ്രാഞ്ചെ തിയറത്തിന്റെ കൊറോളറി അനുസരിച്ച് ഇതിലെ ഒരു എലമെന്റിനെ എടുത്തിട്ട്, ഇതിൻ്റെ അകത്തുള്ള ഒരു എലമെന്റിനെ എടുത്തിട്ട് റൈസ് ടു ഗ്രൂപ്പിന്റെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഐഡന്റിറ്റി കിട്ടും. റൈസ് ടു ഗ്രൂപ്പിന്റെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഐഡന്റിറ്റി കിട്ടും. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ അകത്തുള്ള ഒരു ജനറൽ എലമെന്റ് a+h ആണെന്ന് എടുക്കുന്നു. ഇയാളെ എത്ര ടൈംസ്? n ടൈംസ്. ഇതിൻ്റെ അകത്ത് n എലമെന്റ് ആണല്ലോ ഉള്ളത്. n ടൈംസ് ഓപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ഇത് റൈസ് ടു n ആണെങ്കിലും ഓപ്പറേഷൻ അഡിഷൻ ആണ്. അതുകൊണ്ട് n ടൈംസ് a+h ആണ്. Therefore this is equal to na+h ആണ്. na+h ആണ്. അത് ഐഡന്റിറ്റി ആവണം. ഫാക്ടർ ഗ്രൂപ്പിന്റെ ഐഡന്റിറ്റി h ആണ്. അതിന്റെ ജനറേറ്റർ, അതായത് അതിന്റെ നോർമൽ സബ് ഗ്രൂപ്പ് ആണ് ജനറേറ്റർ. അപ്പൊ AH ഈക്വൽ ടു H ഇഫ് ആൻഡ് ഓൺലി ഇഫ് AH ബിലോങ്സ് ടു H. അപ്പൊ NA എന്ന് പറയുന്നത് Hലുണ്ട്. ഓക്കെ, അപ്പൊ A+H ദ ഹോൾ റൈസ് ടു n എന്ന് പറയുന്നത് NA Hലുണ്ട്. Done. Now, keeping that in mind, let Q element of Q എലമെന്റ് ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ Q+H element of Q bar H. H ഉണ്ടാക്കുന്ന Qൽ ഉണ്ടാക്കുന്ന ലെഫ്റ്റ് കോസറ്റുകളുടെ കളക്ഷനിൽ ഒന്നായിരിക്കും Q+H. അങ്ങനെയാണെങ്കിൽ Q+H the whole raised to n equal to H itself. That is NQ plus H equal to H itself. That is NQ belongs to H. നിങ്ങൾ ആലോചിക്കണം, Q എവിടെ ഉണ്ടെങ്കിൽ ഇതിലുണ്ടെങ്കിൽ റാഷണൽ നമ്പറിന്റെ കളക്ഷനിൽ ഉണ്ടെങ്കിൽ n ഇൻറ്റു Q, n ടൈംസ് Q എവിടെ കാണും? Hൽ കാണും. n ടൈംസ് Q എന്ന് പറയുന്നത് Hൽ കാണും. അത് ഏത് Q ആകും കേട്ടോ, ഏത് Q വേണോ ആകാം. അയാള് എവിടെ കാണും? Hൽ കാണും. ഉറപ്പായിട്ടും കാണും. n ടൈംസ് Q എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മുടെ Hൽ കാണും. അപ്പൊ NQ ബിലോങ്സ് ടു H ആണ്. അതായത് ക്യാപിറ്റൽ Qയിലെ ഏത് എലമെന്റ് എടുത്താലും n into that element is going to be in H. That is in general NQ is a subset of H. അതായത് ക്യൂവിലുള്ള ഏത് എലമെന്റ് എടുത്ത് n എന്ന് പറയുന്ന സ്പെസിഫിക് പോസിറ്റീവ് ഇന്റിജറോട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എന്താവും? Hലെ എലമെന്റ്. അപ്പോ NQ subset of H. That means Q is going to be a subset of H. പക്ഷേ ക്യൂവിന്റെ സബ്സെറ്റ് ആണ് എന്ത്? H. അപ്പൊ Hന്റെ സബ്സെറ്റ് ആവുക എന്ന് പറഞ്ഞാൽ H ഈക്വൽ ടു Q ആണ്. അതായത് H പ്രോപ്പർ ആയാൽ ഫൈനൈറ്റ് ഇൻഡെക്സ് ഉണ്ടാവില്ല. H ഇംപ്രോപ്പർ ആയിരിക്കണം. Therefore H is not proper.
അതായത് ഫൈനൈറ്റ് ഇൻഡെക്സ് ഉള്ള ഒരു പ്രോപ്പർ സബ് ഗ്രൂപ്പ് ഉണ്ടാകില്ല, ഇങ്ങനെ ഉണ്ടാകും. നൗ ഈ എൻ ക്യൂ സബ്സെറ്റ് ഓഫ് എച്ച് ആവുമ്പോൾ ക്യൂ സബ്സെറ്റ് ഓഫ് എച്ച് ആവുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നോക്കാം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ക്യൂ സബ്സെറ്റ് ഓഫ് എച്ച് ആവുമ്പോൾ ക്യൂവിന്റെ അകത്ത് ഞാൻ പി ബൈ ക്യൂ എന്ന് പറഞ്ഞൊരു എലമെന്റ് എടുത്തു. പി ബൈ ക്യൂ എന്നൊരു എലമെന്റ് ഞാൻ എവിടെ എടുത്തു? ക്യൂവിലെടുത്തു. ഇവിടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് എൻ ഇൻറ്റു ക്യൂ, എൻ ഇൻറ്റു എന്ന് എഴുതി കഴിഞ്ഞാൽ അയാൾ അവിടെ വരും. എൻ ഇൻറ്റു എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അത് എച്ചിൻ്റെ അകത്ത് വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇയാളെ എൻ ഇൻറ്റു പി ബൈ എൻ ക്യൂ എന്ന് എനിക്ക് ഇയാളെ പി ബൈ ക്യൂവിനെ എഴുതാമല്ലോ. എന്നും വെട്ടിപ്പോകും. എന്നൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും അത് എന്ത് തന്നെയായിരിക്കും? ഇൻറ്റിജർ തന്നെയായിരിക്കും. അപ്പൊ ഈ പുള്ളിക്കാരൻ എൻ ക്യൂല്, അപ്പൊ ഇത് ബിലോങ്സ് ടു എൻ ക്യൂ ആണ്. ഇത് സബ്സെറ്റ് ഓഫ് എച്ച് ആണല്ലോ. ഇത് സബ്സെറ്റ് ഓഫ് എച്ച് ആണല്ലോ. ഇയാള് സബ്സെറ്റ് ഓഫ് എച്ച് ആണല്ലോ. അപ്പൊ പി ബൈ ക്യൂ ഇസ് ഗോയിങ് ടു ബി ഇൻ എച്ച്. അപ്പൊ ക്യൂ സബ്സെറ്റ് ഓഫ് എച്ച് എന്ന് ധൈര്യമായി പറയാൻ പറ്റും. ഇത് എന്താണ്? n എന്ന് പറയുന്നത് വെറും പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ലെഫ്റ്റ് കോസെറ്റ്സ് അല്ലേ, അപ്പൊ അതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. അതുകൊണ്ട് എന്നിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെറ്റ് ഓഫ് റാഷണൽസ് ആണ്, നമുക്ക് എന്തും ചെയ്യാം. അതാണ് നമ്മൾ അവിടെ ചെയ്തത്. ഡൺ. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ കേസ് പ്രൂവ് ആയി കഴിഞ്ഞു. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഡൺ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 36th question. Suppose that there is a homomorphism from a finite group G. Suppose that there is a homomorphism from a finite group G. അപ്പൊ ഗ്രൂപ്പിലെ എലമെന്റ്സ് ഫൈനൈറ്റ് ആണ്. ഓൺ ടു Z10. ഫൈനൈറ്റ് ഗ്രൂപ്പ് G ഓൺ ടു Z10. Prove that G has a normal normal subgroups. Of indexes 2 and 5. G എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണ്. അത് പോകുന്നത് Z10ലേക്കാണ്. Z10 നമുക്ക് പരിചയമുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ ജിക്ക് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ഇൻഡെക്സസ് 2 and 5. 2ഉം 5ഉം ഇൻഡെക്സ് 2ഉം 5ഉം ഉള്ള രണ്ട് നോർമൽ സബ് ഗ്രൂപ്പുകൾ ആർക്കുണ്ടെന്ന്? ജിക്കുണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ജിക്ക് ഇൻഡെക്സ് 2ഉം 5ഉം വരുന്ന രീതിയിൽ രണ്ട് നോർമൽ സബ് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോ നമ്മള് ഇവിടെ ഫൈ എന്ന് പറയുന്ന ഒരു ഹോമോമോർഫിസം ജിയിൽ നിന്ന് Z10ലേക്ക് എടുക്കുന്നു. ഇവരിവിടെ കൃത്യമായി പറയുന്നുണ്ട് അതൊരു ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കണമെന്ന്. അപ്പൊ ഫൈ ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് ഞാൻ എടുത്തു. ദാറ്റ് ഇസ് ഫൈ ഓഫ് ജി ഈക്വൽ ടു Z10. ഫൈ ഓഫ് ജി ഈക്വൽ ടു Z10 ആയിരിക്കും. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഈ കെ എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഹോമോമോർഫിസത്തിന്റെ കേർണലായിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഐസോമോർഫിസം തിയറം വെച്ച് നമുക്കറിയാം ജി ബാർ കെ ഈസ് ഐസോമോർഫിക് ടു ഫൈ ഓഫ് ജി ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ഈക്വൽ ടു Z10. Z10. അപ്പോ ഓർഡർ ഓഫ് ജി ബൈ കെ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് Z10 ഈക്വൽ ആകും, അതായത് 10 ഈക്വൽ ആകും. അതായത് ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു ഓർഡർ ഓഫ് കെ. 10 ഇൻറ്റു ഓർഡർ ഓഫ് കെ. ഇതിവിടെ നിൽക്കട്ടെ. ഓർഡർ ഓഫ് ജിയുടെ കാര്യത്തിൽ തീരുമാനമായി. നൗ Z10ന്റെ ഒരു സബ് ഗ്രൂപ്പാണ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2. സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2 എന്ന് പറയുന്നത് Z10ന്റെ ഒരു സബ് ഗ്രൂപ്പാണ്. ഇതിന്റെ അകത്ത് 0, 2, 4, 6, 8
എന്ന 5 എലമെന്റുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറ്റ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് Z10. Z10 എന്ന് പറയുന്നത് ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ സബ് ഗ്രൂപ്പുകളും നോർമൽ ആയിരിക്കും. ഇതിന്റെ H എന്ന് ഞാൻ എടുക്കുകയാണ് കേട്ടോ. ഇതിന്റെ എല്ലാ സബ് ഗ്രൂപ്പുകളും നോർമൽ ആയിരിക്കും. അപ്പൊ ഇവിടെ വന്ന Hഉം ഒരു നോർമൽ സബ് ഗ്രൂപ്പ് തന്നെയാണ്. വി ഹാവ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് H. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന തിയറം വെച്ചിട്ട് phi inverse of H is going to be normal in the domain as well. Phi inverse H is going to be normal in the domain as well. H. Now, order of kernel എന്ന് പറയുന്ന n ആണെങ്കിൽ this is going to be an n-to-1 map. അതായത് ഡൊമൈനിലുള്ള n ആൾക്കാരെ ഇവിടെ കോഡൊമൈനിൽ ഒരാളിലേക്ക് മാപ്പ് ചെയ്യും. അപ്പോൾ റിവേഴ്സിൽ പറയുകയാണെങ്കിൽ കോഡൊമൈനിലുള്ള ഒരാളെ അപ്പുറത്ത് n ആൾക്കാരിലേക്ക് പ്രീ ഇമേജ് ചെയ്യപ്പെടണം. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കണം, 0ന് ജിയിൽ എന്താണ് ഓർഡർ k നമ്പർ ഓഫ് പ്രീ ഇമേജ് കാണാം. ഇനി അടുത്ത് 2ന് വീണ്ടും ഓർഡർ k നമ്പർ ഓഫ് പ്രീ ഇമേജ് കാണാം. 4നും ഓർഡർ k നമ്പർ ഓഫ് പ്രീ ഇമേജ് കാണാം. അങ്ങനെ 8 വരെ ഓർഡർ k നമ്പർ ഓഫ് പ്രീ ഇമേജുകൾ കാണാം. അതായത് ഇവിടത്തെ 5 പേർക്ക് ഓരോരുത്തർക്കും കെയുടെ ഓർഡർ എന്താണ്, കേർണലിന്റെ ഓർഡർ എന്താണോ അത്രയും നമ്പർ ഓഫ് പ്രീ ഇമേജ് കാണും. അവരുടെ പ്രീ ഇമേജിന്റെ കളക്ഷൻ ആണല്ലോ ഫൈ ഇൻവേഴ്സ് H. അവരുടെ പ്രീ ഇമേജുകളുടെ കളക്ഷൻ ആണല്ലോ. മാത്രമല്ല ഫൈ ഓൺ ടു കൂടെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഫൈ ഇൻവേഴ്സ് Hന്റെ ഓർഡർ എന്ന് പറയുന്നത് order of k plus order of k plus order of k plus order of k plus order of k, that is 5 into order of k. 5 into order of k. The normal ആണ് ജിയിൽ, അതിൻ്റെത് 5 into order of k. Now I will be calculating the index of phi inverse of H in the domain G. അതായത് G bar phi inverse of H ആണ് ഞാൻ നോക്കുന്നത്, അതിന്റെ ഓർഡർ നോക്കുന്നത്. അതായിരിക്കുമല്ലോ ഇൻഡെക്സ്. അപ്പൊ ഓർഡർ ഓഫ് G divided by order of phi inverse of H, that is equal to order of G 10 into order of k ആണ്. ഓർഡർ ഓഫ് 5 വെച്ച് 5 into order of k ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. അപ്പോ ഇൻഡെക്സ് രണ്ടുള്ള ഒരു നോർമൽ സബ് ഗ്രൂപ്പ് നമുക്ക് ജിയിൽ കിട്ടി. ഇൻഡെക്സ് രണ്ടുള്ള നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി കിട്ടി. അത് ഫൈ ഇൻവേഴ്സ് ഓഫ് H ആണ്. നൗ കെ ആയിട്ട് നമ്മൾ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 5 എടുക്കുകയാണ്. സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 5. ഈ പുള്ളിക്കാരൻ 0.5 ഇത്രയേ ഉള്ളൂ. 0.5. Obviously, phi inverse of k is going to be normal in G as well, because this is normal in what? Z10. Z10 നോർമൽ ആണ്. അതുകൊണ്ട് പ്രീ ഇമേജും എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഓരോരുത്തർക്കും ഓർഡർ k നമ്പർ ഓഫ് പ്രീ ഇമേജ് കാണും. 0ക്ക് കാണും, 5ന് കാണും ഓർഡർ k നമ്പർ ഓഫ് പ്രീ ഇമേജ്. അതായത് ഫൈ ഇൻവേഴ്സ് ഓഫ് കെയുടെ ഓർഡർ എന്ന് പറയുന്നത് 2 into order k ആണ്. 2 into order k. Therefore, G bar phi inverse of k കണ്ടുപിടിക്കുകയാണെങ്കിൽ, അതായത് ഇൻഡെക്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഓർഡർ ഓഫ് G divided by order of phi inverse k ആണ്. That is going to be order of G 10 into order k and order of phi inverse k 2 into order k, that is 5. ഇൻഡെക്സ് 5 കിട്ടി. ഇതാണ് നമുക്ക് ജിക്ക് നോർമൽ സബ് ഗ്രൂപ്പ്, 2 നോർമൽ സബ് ഗ്രൂപ്പ് കിട്ടി, റെസ്പെക്റ്റീവ്ലി ഓഫ് ഓർഡർ 2 and 5. ഹെൻസ് കഴിഞ്ഞു.